ഹലോ ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാർബി ആണെങ്കിൽ അഞ്ജലിയുടെ അലമാരയിൽ കയറി ഒളിക്കുകയാണ് കേട്ടോ. അതൊന്നും അറിയാതെ പ്രീതി ഡോറ് ലോക്കാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ ഈ കുട്ടിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്ന് അന്വേഷിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ ബാർബിയെ കാണാനില്ലെന്ന കാര്യം പറയാൻ കേട്ടോ മനോരമ. ഈ കുട്ടി എവിടെ പോയി? പുറത്തേക്കൊന്നും ഇറങ്ങാൻ യാതൊരു സാധ്യതയില്ല, കാരണം അവൾക്ക് ഒരു പരിചയമില്ലാത്ത വീടല്ലേ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ബാർബി ആണെങ്കിൽ അലമാരിയുടെ ഡോർ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഞ്ജലി ബേബിയുടെ റൂമിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടി പോവാണ്. മനോരമ തന്നെയാണ് കേട്ടോ, ഇവിടെ നിന്നാണ് ആ ശബ്ദം വന്നത് എന്ന് പറഞ്ഞ പ്രീതി അത് ഡോറ് തുറക്കുമ്പോഴേക്കും ഈ കുട്ടി ബോധം കെട്ട പോലെ പിന്നെ അഭിനയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ ആകാശ് അങ്ങോട്ടേക്ക് വരികയും എന്ത് പറ്റിയതാ എന്നും ചോദിച്ച് ബാർബിയെ ബെഡിലേക്ക് നല്ലതുപോലെ എടുത്ത് കിടത്താണ് കേട്ടോ. പിന്നെ ആ കുട്ടിയെ വിളിച്ചിട്ടൊന്നും കണ്ണ് തുറക്കുന്നില്ല. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ, മനോരമാന്റിയും ബാർബി മോളും ഒളിച്ചു കളിച്ചപ്പോ അലമാരിയിൽ കയറി ഒളിച്ചു, അതൊന്നും അറിയാതെ അലമാരിയുടെ ഡോർ ആരോ പൂട്ടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി ടെൻഷൻ ആവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അഞ്ജലി ചേച്ചിയുടെ ഡ്രസ്സ് വെച്ച് ഞാനാണല്ലോ അലമാരി പൂട്ടിയത്, പക്ഷേ ബാർബി മോളെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ആകാശിന്റെ വക നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ചീത്ത, ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? മോൾ അലമാരയിൽ ഇരിക്കുന്നത് നീ കണ്ടില്ലാന്നോ എന്നും പറഞ്ഞ് പൊതിരെ വഴക്ക് പറയണേ. ഒപ്പം നമ്മുടെ പ്രീതി കരയുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, എന്തിനാ പ്രീതി എങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് അങ്ങ് പൊട്ടിത്തെറിക്കാണ് കേട്ടോ. ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഇവളിപ്പോഴേ ആയാൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രീതിക്ക് അങ്ങ് തീരെ സങ്കടം സഹിക്കാൻ കഴിയില്ല കേട്ടോ. ആ സമയത്ത് ഈ കുട്ടിയാണെങ്കിൽ പ്രീതിയെ ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിനില്ലാത്ത റൂമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ മെഡിസിൻ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. അത് പറയാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ റൂമിലേക്ക് എത്തുകയും അഞ്ജലിയോട് പറയുന്നുണ്ട്, അശ്വിൻ സർ മെഡിസിൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവന്റെ ബാഗിൽ എപ്പോഴും മെഡിസിൻ സൂക്ഷിക്കാറുണ്ട്, അത് പുറത്തേക്ക് എടുക്കാറുമില്ല, അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട. ഇനി അതിന്റെ പേരിൽ പറഞ്ഞ് നിനക്ക് കുഞ്ഞനെ വിളിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നമ്മുടെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? ചേച്ചി ഞാൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാതെയാണ് സാർ ഇവിടുന്ന് പോയത് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ ശ്രുതി, നീ പറയാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വരെ എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട്. അവൻ കുറച്ച് ദിവസമായി അവന്റെ മനസ്സ് വല്ലാത്തൊരു രീതിയിലാണ് സഞ്ചരിക്കുന്നത്, നീ അതൊന്നും കാര്യാക്കണ്ട, അവൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് റെഡിയാവും, നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലിയുടെ അടുത്ത് നിന്ന് പോന്നതിന് ശേഷം ശ്രുതി ആണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് ശ്യാം എത്തുന്നുണ്ട്. എത്ര തപ്പിയിട്ടും ശ്രുതിക്ക് അത് കിട്ടാഞ്ഞിട്ട് എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്, അതോ ഞാൻ ഇനി മാറ്റി വെച്ചോ, എനിക്കത് വെച്ചത് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന നേരം നമ്മുടെ ശ്യാം അങ്ങ് മാറുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ശ്രുതി, അതോ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുകയാണോ എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, നിങ്ങളെ എന്റെ മുന്നിൽ പൊട്ടം കളിക്കണ്ട, ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞാനിവിടെ വെച്ച ഡോക്യുമെന്റ്സ് എവിടെ പോയി എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ ശ്യാം പറയും, ഡോക്യുമെന്റ്സോ ഞാനൊന്നും എടുത്തിട്ടില്ല എന്നങ്ങ് പറയുന്ന നേരത്ത് മിസ്റ്റർ ശ്യാം മാധവ്, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ ആ ഡോക്യുമെന്റ്സ് കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെയായിരിക്കും അത് എടുത്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാം തല കുത്തനെ മറയാണ് കേട്ടോ. നീ എന്താ വിചാരിച്ചത്? നിന്നോട് പറയാതെ ആ ഡോക്യുമെന്റ്സ് കൈക്കലാക്കാൻ നിന്റെ അത്ര തരം താണിട്ടില്ല ഞാൻ, നീ അതിൽ സൈൻ ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞാൽ ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ അലഞ്ഞാ പോരെ, ഞാൻ എന്തിനെ എയർപോർട്ടിൽ വന്ന അളിയനോട് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം? ദേ ശ്രുതി, ആ പേപ്പേഴ്സ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ഒക്കെ എനിക്കറിയാം, ആ പേപ്പേഴ്സ് എനിക്ക് ആവശ്യമുള്ളതാ ശ്രുതി, മര്യാദയ്ക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഈ ശ്യാമാധവ് ആരാന്ന് നീ അറിയും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ പെടുകയാണ് കേട്ടോ. അപ്പൊ ശ്യാം എല്ലാം എടുത്തത് എന്നുള്ള ഭാവത്തില് വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.